coming, Julie, Daddy. coming, my sweet girl, coming. Oh, pork, very good. Yes, Daddy. Mummy എന്ത് ചെയ്യുന്നു? കിച്ചണിൽ ഇന്ന് പാർട്ടി ഇല്ലേ? ഓ, പിള്ള വരുന്നു, ഞാനങ്ങ് മറന്നുപോയി. By the way, ഐലിനും ജോണിയും എന്ത് ചെയ്യുന്നു? കളിക്കുന്നു. ഇന്ന് ഐലിന്റെ ബോയ് ഫ്രണ്ട് വന്നില്ലേ ചുറ്റാൻ? ഇല്ല. ഓ, ടൈം ആയി. എന്താ? ഡാഡി, രാത്രിയിലധികം കുടിക്കരുത്. No, promise, my young girl. ബൈ ഡാഡി. Bye. ഒരു ടിൻ ചീസ് വേണം. എടാ മോമാരി, നീ ആവശ്യമില്ലാത്ത ഒന്നും എടുത്ത് കൊടുക്കണ്ട, അതൊക്കെ ഞമ്മൾ എടുത്തു കൊടുത്തോളാം. നീ പോയിട്ട് കടുപ്പില്ലാണ്ട് വെള്ളം ഒഴിക്കാണ്ട് ഒരു ചായ വാങ്ങിച്ചോണ്ട് വാ. ബരി മതാമാ ബരി, ഞമ്മൾ എടുത്തു തരാ. വാ. ചെറുതോ വലുതോ? ചെറുത്. അത്രയ്ക്ക് ചെറുതൊന്നും അല്ല. ആ ചെറിയ ടിൻ എടുക്കും. ആ എടുത്തു. ഇതെല്ലാം ചീസാണ്. ഇഷ്ടമുള്ള എടുത്തു. കാര്യക്ക് ശരി, തൊട്ട് കളിക്കരുത്. അങ്ങനെ ഗറിക്കാതെ മതാമേ. പൈസ മമ്മി തരും. ആ പൈസ നമ്മൾ ചോദിച്ചില്ലല്ലോ. പൈസ എപ്പോഴെങ്കിലും തന്നാ മതി, പക്ഷേ എപ്പോഴെങ്കിലും തരണം. യു ബ്ലഡി സ്കൗണ്ടർ. ആ ഇംഗ്ലീഷിൽ പറഞ്ഞത് നമുക്ക് മനസ്സിലായി. ആരെങ്കിലും കാണുമെന്നല്ലേ? ആരും കാണൂല. അനാവശ്യം പറയരുത്. അത്രയ്ക്ക് ഗൗരവത്തിലാണ്. എന്നാ മതാമ അങ്ങ് പോയാട്ടെ. ചക്കാത്തിന് സാമാനം മേടിക്കാൻ വന്നത് പോരാ, രൂപ 500 ചില്ലാനും തരാനുണ്ട്. ജൂലി മതാമേ. എന്നാ ഇനി വല്ലതും വേണം? ഞമ്മള് പറ്റില്ല എഴുതിക്കോളാം. ഇനി വല്ലതും വേണം? വേണ്ട. ചായലട കഞ്ഞി നീ തന്നെ കേറ്റിക്കോ. ജൂലി, എന്താ മുഖത്തൊരു വല്ലായ്മ? ഒന്നുമില്ല. കമോൺ ജൂലി, കമോൺ. സ്റ്റോപ്പ് ഇറ്റ് റിച്ചർഡ്. ഓ, ഇന്നൽപ്പം ഗൗരവത്തിലാണല്ലോ. താങ്ക് യു റിച്ചി. ഗുഡ് നൈറ്റ് ജൂലി. ഗുഡ് നൈറ്റ്. ഫോറിനാണ്, ബോട്ടിൽ മാത്രം ഇന്ത്യൻ ആണെന്നേ ഉള്ളൂ. ഫോറിൻ വിസ്കിയിൽ ഇന്ത്യൻ വാട്ടർ. എന്റെ ഡാഡിക്ക് ബിസ്ലറി വേണമെന്ന് വലിയ നിർബന്ധമാണ്. വാട്ട് ടു ഡു? പൂർ ഇന്ത്യൻസ്. ഐ ആം സോറി. നെവർ മൈൻഡ്. എക്സ്ക്യൂസ് മീ. ജൂലി, കിട്ടിയോ? കിട്ടി. താങ്ക്സ്. നീ വേഗം റെഡിയായി ഹാളിലേക്ക് വാ. എന്തിനെ? നിനക്ക് മാനേഴ്സ് അറിഞ്ഞൂടെ? കം ഓൺ ക്വിക്ക്. എക്സ്ക്യൂസ് മീ. ഇതെന്റെ മകൻ ഡൽഹിയിൽ നിന്ന് അയച്ചു തന്നാണ്. അവനോട് ഒരു കമ്പനിയിൽ ജോലി ചെയ്യാണ്. ഞങ്ങൾ ജിമ്മിന്ന് വിളിക്കുകയാണെങ്കിലും അവന്റെ പേര് മാക് വിൽസൺ എന്നാണ്. എന്റെ ഡാഡിയുടെ പേരാണ്. എന്റെ ഡാഡി തനി പോർച്ചുഗീസ് ആണ്. അമ്മാരായിരുന്നു. ഓ, അമ്മമാരെ പറ്റിയൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല. മിസ്റ്റർ പിള്ളേ, എന്റെ ഡാഡി പ്യൂർ ബ്രിട്ടീഷായിരുന്നു. റോയൽ ആർമി ക്യാപ്റ്റൻ. വാർഫ്രണ്ടിൽ വെച്ച് മരിച്ചു. ഇപ്പോൾ നിങ്ങളുടെ രാജ്യത്തെ ആംഗ്ലോ ഇന്ത്യൻസിന് ഒരു സ്ഥാനവും ഇല്ലാതായി മിസ്റ്റർ പിള്ളേ. ഈ രാജ്യം നിങ്ങളുടെയുമാണ്. നോ 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 നോ. സൗകര്യം കിട്ടിയാൽ ഞാനും എന്റെ കുടുംബവും ഇംഗ്ലണ്ടിലേക്ക് പോകും. എന്റെ ഡാഡിയുടെ ബ്രദേഴ്സ് മുഴുവൻ അവിടെയാണ്. ഇംഗ്ലീഷുകാർ ഈ നാട് വിട്ടതോടുകൂടി ഞങ്ങളുടെ സ്ഥാനം അങ്ങ് പോയില്ലേ. അന്നെല്ലാം ജോലിക്ക് ഒരു വിഷമവും ഇല്ലായിരുന്നു. ഇന്ന് ഞങ്ങൾ ആര് നോക്കാനാ? ജോലി, put some lipstick, Julie. No, a little please. വേണ്ട. I will go to UK, definitely. Good evening,
Julie. Hello. He is Mr. Pillai, managing director of a big company. ജോലി പഠിക്കുന്നില്ലേ? Yes. വേഗം പാസ്സായിട്ട് വരും. നിനക്ക് ഞാനൊരു ജോലി തരാം. Thank you. Oh, fast passenger. സമയം പോയത് അറിഞ്ഞില്ല. മോളെ പോയി ഡിന്നർ അറേഞ്ച് ചെയ്യ. Okay, ma'am. Excuse me. നമുക്ക് ക്ലാസ് ഫിനിഷ് ചെയ്യാം. ഓക്കെ ഡോക്ടർ. Ellen. Get up there. Hey, Ellen. There's a girl. Get up at 6. Hey! Get up and go. Anything. Mother, mother. കാലത്ത് അതെ, ജോലി കഴിഞ്ഞ് ക്ഷീണം കൊണ്ട് കുടിച്ചു പോയതാ മോളെ. പിന്നെ ജോലിക്ക് പോകുമ്പോഴും കുടിക്കും. അത് ജോലിക്ക് പോകാനുള്ള ഉത്സാഹം കൊണ്ട് കുടിക്കുന്ന മോളെ. മമ്മി എവിടെ? മമ്മി ബാത്റൂമിലുണ്ട്. Morning, dear. Oh my God. രാവിലെ തന്നെ കുടിക്കാൻ തുടങ്ങി അല്ലേ? ഇങ്ങനെ കുടിച്ചു കുടിച്ചു കുടുംബം തെണ്ട്. ഒരു ദിവസം എഞ്ചിനും വണ്ടി എല്ലാം കൂടെ എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കേ ഉള്ളൂ. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ അത്യാഹിതം സംഭവിക്കാതിരിക്കാൻ സിഗ്നൽ കുടിക്കാതിരുന്നാ മതി. ജോലി, ഞാൻ റെയിൽവേ യാർഡിൽ കൂടെ നടന്നു വരുമ്പോ പ്രാകൃതനായ ഒരു ബെഗറിനെ കണ്ടു. സിഗരറ്റ്. അവൻ പറഞ്ഞു ഞാൻ സിഗരറ്റ് വലിക്കില്ല. ഞാൻ അവനോട് പറഞ്ഞു എന്റെ കൂടെ വന്നാൽ 2 പെഗ് ബിസ്കി ഇടാന്ന്. അപ്പൊ അവൻ പറഞ്ഞു ബിസ്കി കുടിക്കില്ല, എന്നാൽ നമുക്ക് ചീട്ട് കളിക്കാൻ നിനക്ക് പണം കിട്ടുമല്ലോ എന്നായി. അപ്പൊ അവൻ പറഞ്ഞു ചീട്ട് കളിക്കില്ല, എനിക്ക് യാതൊരു ദുസ്വഭാവമില്ലെന്ന്. അവനെ ഞാൻ ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. സിഗരറ്റും വലിക്കില്ല, ചായയും കുടിക്കില്ല, പെണ്ണും പിടിക്കില്ല, ചീട്ടും കളിക്കില്ല. അങ്ങനെയുള്ള ഒരുത്തന്റെ കോള എന്റെ ഡാളിക്കൊന്ന് കാണണം. ജോലി ഇന്ന് കോളേജ് പോട്ടെ. ഇക്കൊല്ലം ഫസ്റ്റ് ക്ലാസ് പാസ്സായാൽ ഐ വിൽ ഗിവ് യു എ ബ്യൂട്ടിഫുൾ ഫസ്റ്റ് ക്ലാസ്. Really? Oh, Daddy. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണ
മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. മോറിസ് ഇന്ന് ഡ്യൂട്ടിയിലാണോ? ഇന്ന് ഓഫാണ്. ഓഫ് എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ഓഫാണോ അതെ വെറും ഓഫാണോ? രണ്ടു വിധത്തിലോ. അങ്കിൾ, ഡാഡി എന്നെ ഉപദേശിക്കണം. ശരി, ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്ന് മോറിസിനോട് സംസാരിക്കാം. താങ്ക് യു അങ്കിൾ. ഇവിടെ 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 ഇങ്ങോട്ട് വരൂ. ആ പ്രസാദം ഈ കുട്ടിക്ക് കൂടെ കുറച്ച് കൊടുക്കും. ഭഗവാന്റെ പ്രസാദമല്ലേ, ഭഗവാൻ എനിക്ക് നിനക്ക് മാത്രമല്ല ഉള്ളത്. കൊടുക്കും. വലത് കൈ നീട്ടു. ഓ, ഐ എം സോറി. വെരി നൈസ് അങ്കിൾ. ദിവസവും കാലത്തെ വന്നത് തരാം. ഓക്കെ. ജോലി ഇരിക്കും. ഉഷ ഇപ്പൊ വരും. എനിക്ക് ഓഫീസിൽ പോകാൻ സമയം. ആ ചട്ടക്കാരി പെണ്ണ് പുറത്തു വന്നിരിക്കുന്നു. ശുദ്ധവും വൃത്തിയില്ലാത്ത കൂട്ടരാ. ചെരുപ്പ് കാലിലിട്ടുകൊണ്ട് തന്നെയാ മുറിക്കകത്ത് കയറി ഇരിക്കുന്നത്. അത് ഓരോരുത്തരുടെ രീതിയല്ലേ അമ്മേ. എന്ന് വെച്ചാ വൃത്തി വേണ്ടേ? അമ്മ ചെരുപ്പിടാണ്ടല്ലേ പുറത്ത് നടക്കുന്നത്, ആ കാലുകൊണ്ടല്ലേ അകത്തും നടക്കുന്നത്. അതുപോലെയാ തോലുകൊണ്ടുള്ള ചെരുപ്പിട്ടുകൊണ്ട് മുറിക്കകത്ത് കയറി ഇരിക്കുന്നത്. പശ പറിച്ച് തിന്നുന്ന കൂട്ടരല്ലേ, പിന്നെ എങ്ങനെയാ വൃത്തി ഉണ്ടാകുക? നിനക്ക് ഹിന്ദു കുട്ടികൾ ആരും ഇല്ലേ കുട്ടി കൂട്ടിന്? വൃത്തികേട് കാണിക്കുന്നവരിൽ ഹിന്ദുക്കളുമുണ്ട്, ക്രിസ്ത്യാനികളുമുണ്ട്. ജൂലി വൃത്തികേട് കാട്ടില്ല അമ്മേ. നീ ഇപ്പൊ പ്രസാദം കഴിച്ചിട്ട് കൈ നനച്ച് ശുദ്ധപ്പെടുത്തി എന്തിനാ? ആ പെണ്ണെ മൂക്കൾ തുടയ്ക്കുന്ന ടവല് കൊണ്ടാ കൈ തുടച്ചത്. പുറത്തായാലേ മാറിയിരിക്കാത്ത കൂട്ടരാ. ശശി എന്ന് വന്നു? ചേട്ടൻ വന്നിട്ട് 2-3 ദിവസമായി. കണ്ടില്ലേ ചേട്ടൻ ഗോൾ പോസ്റ്റ് മാതിരി വളർന്നിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, ജൂലി വളർന്നു. നമുക്ക് പോകാം. പോട്ടെ. ഏയ്, ശശിയെ കണ്ടിട്ട് ഞാൻ ആരോന്ന് വിചാരിച്ചു. ചേട്ടൻ അത്രയ്ക്ക് മാറിയില്ലേ? ഉഷയുടെ ബ്രദറിനെ ഞാൻ ഒരു സന്യാസിയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. സന്യാസിമാരുടെ ഇടയിൽ പൂച്ച സന്യാസിമാരും കാണും. വാട്ട് ഈസ് ഇറ്റ് മീൻ? സന്യാസത്തിനകത്ത് പൂച്ച പോലെ പതുങ്ങിയിരിക്കും. ഇരയെ കാണുമ്പോ ചാടി അങ്ങ് വീഴും. ഓ, ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ഒന്നിങ്ങോട്ട് ഭരിയുന്നു. ഇങ്ങനെ കണ്ണി ചോരയില്ലാണ്ട് പോയാലോ? നിങ്ങൾ കേറിയിട്ട് പോ. പിന്നെ നല്ല 1ാം ക്ലാസ് പേനകൾ വന്നിട്ടുണ്ട്, ഒരെണ്ണം വാങ്ങിച്ചോ. വേണ്ട, രൂപയില്ല. നിങ്ങളിതൊന്ന് കണ്ടിട്ട് പറയുന്നു. വാ, നമ്മള് കാണിച്ചു തരാം. നിങ്ങൾ ഇങ്ങോട്ട് ഭരി, ഇങ്ങോട്ട് ഭരിയുന്നു, ഇങ്ങോട്ട് ഭരി. വാ. ഇത് ഫസ്റ്റ് ക്ലാസ് പേന, ഇത് പെനാങ്കം. എനിക്ക് വേണ്ട. ഞമ്മളെ വക ഒരു പെർസെന്റേഷൻ ആണെന്ന് വെച്ചോ. Hey, Julie, come here. Yes, mummy. You fool! ആ റഹീം വല്ലപ്പോഴും ഓടിച്ചെന്നാൽ അത്യാവശ്യത്തിന് കടം തരുമായിരുന്നു. നീ കാരണം അതും ഇല്ലാതായി. അയ്യോ മമ്മി, എന്ന് വെച്ച് നാണോ മാനോ വിറ്റ് വേണോ ജീവിക്കാൻ? യു ആർ റൈറ്റ് മൈ ഡോട്ടർ. തെമ്മാടിത്തരം കാണിക്കുന്നവന്റെ കർണക്കുറ്റി അടിച്ചു പൊട്ടിക്കണം. അവനല്ലെങ്കിൽ അവന്റെ ഫാദർ കടന്നു എന്ന് തന്നെയുമല്ല, അവന് കൊടുക്കാനുള്ള പണം ഞാനിട്ട് കൊടുക്കുകയില്ല. യു ക്യാൻ ഗോ. Darling, I am going to give you a surprise. Who's leading, Alice? Georgie? That's good. നമുക്കൊരു കാർ വാങ്ങിക്കണം. 1250 രൂപ വിലയുള്ളൂ. ഒരു 6 മാസം കഴിഞ്ഞ് ഒരു 5 മണീസ് കൊടുക്കണം. ഒരു 500 രൂപ കൊടുക്കണം. പിന്നെ അടുത്ത മാസം ശമ്പളം വാങ്ങിക്കുമ്പോൾ ഒരു 250 രൂപ കൊടുക്കണം. ഇപ്പം ഒരു 5 മണീസ് കൂടെ കൊടുക്കണം. 500 രൂപ? നമ്മൾ എവിടെ പോകും? ഞാൻ ജിമ്മി അയച്ചു 500 രൂപ അലമാരിയിൽ നിന്ന് എടുത്ത് പാക്കറ്റിൽ വെച്ചോണ്ട്. എന്റെ മോൻ കഷ്ടപ്പെട്ട് അയച്ചതാണ്. ആ കാർ
I'm going. I am also going. Heidi, are you coming? Julie, I'll go, Julie. Okay. Bye. Bye-bye. Johnny. Hey, Johnny. Look. എന്തിനു കരയുന്നു? Silly. Julie! Yes, Mummy. Johnny. Johnny. Where is Ryan? ബോയ്ഫ്രണ്ടിന്റെ കൂടെ പുറത്തു പോയി. നിനക്ക് വെളിയിൽ പോയിക്കൂടെ? ഇങ്ങനെ കോഴി അടയിരിക്കുന്ന മാതിരി വീട്ടിൽ തന്നെ കയറിയിരിക്കുന്നത് എന്തിനാ? ആ റിച്ചർഡ് എത്ര നേരമായി വെളി വന്ന് നിൽക്കുന്നു. അവന്റെ കൂടെ വെളിയിൽ പോയിക്കൂടെ? Come on, you go. I'll do that. Give it to me. ജോലി, സൂക്ഷിക്കണം. നിയന്ത്രണമില്ലാത്ത ആൺകുട്ടികളാണ്. Be careful. ഓക്കെ മമ്മി. ഹായ്. ഹായ് ജോലി. ഞാൻ താമസിച്ചു പോയോ? നോ നോ, ഇറ്റ്സ് ഓക്കെ. ഒരു ലോക്കോ ഷെഡിൽ അപ്രന്റീസ് ആയിട്ട് 6 മാസം ജോലി ചെയ്താ എനിക്ക് ഫയർമാനായിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടിയേക്കാവും ജൂലിയ ഡാഡി പറഞ്ഞു. ആ ജോലി എനിക്കിഷ്ടമല്ല. 2 വർഷം ഫയർമാനായിട്ട് ജോലി ചെയ്താ എഞ്ചിൻ ഡ്രൈവറാകാം. എന്നിട്ട് ഞാൻ ജൂലിയെ മാരി ചെയ്യുന്നു. ജൂലി, ഐ ലവ് യു ജൂലി. ബി കെയർഫുൾ റിച്ചി. എല്ലാരും പഠിക്കാം. മമ്മി, darling, Daddy, Daddy, I think Mommy's very angry. I'll make you always. I got something with me. No, Julie. You go, you go. Don't be silly, my darling. Daddy, Daddy, അത് നല്ല കാറാണോ? Yes, beautiful, good condition. മാർഗരറ്റ്, ഒരു കാര്യം മനസ്സിലാക്കണം. ആംഗ്ലോ ഇന്ത്യൻസിന്റെ കൂട്ടത്തിൽ നമുക്ക് മാത്രമാണ് കാറുള്ളത്. എമംഗ് ഇന്ത്യൻ ഡ്രൈവേഴ്സ് മോറിസിന് മാത്രമേ കാറുള്ളൂ. സന്തോഷിക്കൂ. ഇറ്റ്സ് എ ഫോറിൻ കാർ. ഫോറിൻ ആണോ? യെസ്, ഇമ്പോർട്ടഡ് ആസ്റ്റിൻ. ആ, എങ്കിൽ കൊള്ളാം. Certainly. Now ഈ ദിവസം ഒന്ന് ആഘോഷിക്കണം കേട്ടോ. Come on, Julie. Come on, come on, Margaret. Come on. Thank you. ഈ ഗേളിന് മാനസേ ഇല്ല. ബ്ലഡി ഇന്ത്യൻസിന്റെ മട്ടാണ്. കുറച്ച് മതി. For your mummy's health. ആ, നമ്മള് കാറ് വാങ്ങിയ വിവരം നാളെ തന്നെ ചിമ്മിക്ക് എഴുതണം. അവൻ ക്രിസ്മസിന് വരുമ്പോ കാറിൽ തന്നെ ചിപ്പിട്ടിക്കട്ടെ. Let him enjoy. Morrison family എങ്ങനെ ലൈഫ് എൻജോയ് എന്നുള്ള ആളുകൾ അറിയട്ടെ. Don't spoil it. പ്ലീസ് കുറച്ച് വെള്ളം ചെയ്ത് കഴിക്കും. Adulteration. മായം ചേർത്താൽ ഗവൺമെന്റ് ശിക്ഷിക്കും 6 മാസം. അവിടെ നിങ്ങളെല്ലാം വെള്ളം ചേർത്ത് പിടിച്ചാൽ മതി. ഞാൻ നീറ്റായിട്ട് കഴിക്കാൻ പോകും. ഓക്കെ, cheers. Jolie, you go and bring the guitar. Jolie, you sing a song. Love was just around the corner. I knew that I was just a goner. Ooh, ooh. He said to wait till he was 20. His heart was young and oh so empty. Ooh. So till he went away.
the smile I smiled were tears in disguise. Now I'll never love another. His heart is mine, there is no wonder. He was meant for me. So till he went away, he didn't realize when I looked in his eyes, the smile I smiled were tears in disguise. Now I'll never love another. His heart is mine, there is no wonder. He was meant for me. Love was just around the corner. I knew that I was just a goner. Julie, shall we go for a picture? Idea. Daddy, നമുക്കിന്ന് സിനിമയ്ക്ക് പോവാം. സിനിമയ്ക്ക് tomorrow. Okay. Promise, Daddy? Promise? Thank you, Daddy. Thank you. Come on, darling. സമയമായി. Wait, I'm also coming. Wait. സമയമുണ്ടോ? നമ്മൾ വേഗം എത്തില്ലേ? Wait, I'm also coming. Julie, get in. I lost my cigarette. Where it is? It is here. Come on. No, not there. Come to this side. I'm sorry. Don't be sorry. Be jolly. Karu. Iരിക്കൂ. Thank you. Thank you. Mommy. No. Please move to that side. Let me find out here. Oh, not from my cigarette. It is from the car. Come on. Hello. Bye. Daddy. Let me see. Oh, Johnny, water! Impossible! എന്താ ഡാഡി? രാജകാരൻ ആവി കൊണ്ടാണ് ഓടുന്നത്. അല്ല ഹെലൻ, ഡാഡി ട്രെയിൻ എന്ന് വിചാരിച്ച് സ്റ്റീം തുറന്നു വെച്ചതാണ്. ജൂലി, ചോക്ക് പറയാനുള്ള സമയമല്ല. ഒരു ചെറിയ റിപ്പയറേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എന്റെ കാർ ടിപ്പ് ടോപ്പ് കണ്ടീഷൻ. ഒരു ചെറിയ സ്റ്റാർട്ടിംഗ് ട്രബിൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഒന്നും നോക്കട്ടെ. എന്റെ ഡാഡി പിക്ചർ തുടങ്ങി തിയേറ്ററിൽ കയറാൻ നോക്കി. ഒരു മൈനർ ഡിഫക്റ്റേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് ശരിയാക്കി കളയാം. നമുക്ക് നടന്നു പോവാൻ ഡാഡി. കമോൺ. ഒരു മൈനർ റിപ്പയർ ഉള്ളൂ. ഇപ്പൊ ശരിയാക്കിയേക്കാം.
Yes, darling. It's a bore car. No, it is a foreign car. Who said it is boring? Keep it. Eileen, take out the cat. മമ്മി Yes, my dear girl. സെക്കൻഡ് ഷോ വിട്ട ആൾക്കാരെല്ലാം പോയി കാണും. നമുക്ക് ഈ കാർ തള്ളി വീട്ടിൽ കൊണ്ടുപോവാം മമ്മി. That's a better idea. Hey, Margaret, don't push the car. I am here. Don't push. കയ്യിൽ നിന്ന് കാശിനെ കൊടുത്തിട്ട് കുന്തത്തിനെ തള്ളിക്കൊണ്ട് പോണം. Margaret, don't be silly. This is a foreign imported auction car. We'll do one thing. We'll push the car. Okay, we push. Mommy, what am I getting? Mommy, what am I getting? Come on. Oh, you are here. Come on, slowly come down. Shout like that. Come on, slowly come down. Slowly come down. Yes, push the car. Push. Yes, mommy. Daddy. Daddy. Mommy. Mommy. Julie. Julie. Johnny. Johnny. Eileen. She was all right. I don't know why she's given trouble. I will make her all right. Mummy, we are hungry, Mummy. Get lost. Come here. Don't ask me to get out. Listen, കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് I was under the car. അങ്ങ് പിണങ്ങി പോയാലോ? ഞാൻ 2 ദിവസത്തെ അവധി എടുത്ത് ഇവിടെ തന്നെ താമസിച്ച് ആ കാർ നന്നാക്കിട്ട് എന്നെ മേക്കാര്യം. അടുത്ത തവണ ക്രിസ്മസിന് പള്ളിയിൽ പോകുന്നത് ഈ കാറിലായിരിക്കും. പ്രോമിസ്. പ്രോമിസ്. ഡാഡി പറഞ്ഞു ഡാഡി എന്നെ പഠിപ്പിക്കുന്നതാണ്. ഞാൻ ഫസ്റ്റ് പഠിക്കുള്ളൂ. നത്തിങ്. ഡാഡി എന്നെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. എന്താ പാടിയതല്ല? സാമ്പ്രാണി തിരിയാണ് മമ്മി. ഉഷയോട് വാങ്ങിയതാ. ആ ഇന്ത്യൻ ഗേളുമായിട്ടുള്ള കൂട്ടുകെട്ട് കൊണ്ട് കാണിക്കുന്ന വൃത്തികളാണിതല്ല അല്ലേ? എന്റെ മെഴുകി കത്തിച്ചു വെക്കാം. ഓ മൈ ഡിയർ, രാവിലെ തന്നെ കുടിക്കാൻ തുടങ്ങി അല്ലേ? ഇന്ന് ഫ്രണ്ട്സ് എല്ലാം വരുന്ന ദിവസമല്ലേ? I'm not happy on this Christmas day. അച്ഛൻ പറഞ്ഞത് ശരിയല്ല. നോ, അബ്സല്യൂട്ട്ലി റോങ്. എന്തുകൊണ്ട് നൊന്നോ? നിന്റെ വാദഗതിയെ ശരിയല്ല. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. മെറി ക്രിസ്മസ്. താങ്ക് യു. മോർണിംഗ് സെഷൻ. മെറി ക്രിസ്മസ്. താങ്ക് യു. ഉഷേ, അച്ഛാ, ദേ ഇത് എന്തൊക്കെയായി കൊണ്ടുവന്നിരിക്കുന്നത്? മെറി ക്രിസ്മസ് ടു യു. താങ്ക് യു. ജോലി. Please sit down. ഞങ്ങൾ അച്ഛനും മകനും കൂടെ വലിയൊരു തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കും. യു ബി ദ മീഡിയേറ്റർ. പിന്നെ ഇവൻ കൽക്കട്ടയിൽ പോയി കുറച്ചു നാൾ താമസിച്ചതിന് ശേഷം വലിയ നിരീശ്വരവാദിയായി തീർന്നു. അവനൊന്ന് തോൽപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അച്ഛാ ഒന്ന് ഇങ്ങോട്ട് വരൂ. ഞാൻ വരുന്നു. ജോലി പോലെ ഞാനിപ്പോ വരാം. എന്ന് തിരിച്ചു പോകും. എന്ന് വേണമെങ്കിൽ പോയേക്കാം. എനിക്ക് വേണ്ടി പോകണ്ട. ജോലിക്ക് വേണ്ടി ഞാൻ പോകാതിരിക്കണം. ക്രിസ്മസ് നൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നില്ലേ? പോകും. ഞാൻ ഉഷയും കൂടെ വരുന്നുണ്ട്. നീ ഇത്ര ഇടുങ്ങിയ മനസ്ഥിതിക്കാരി ആവരുത്. എനിക്ക് ഇടുങ്ങിയ മനസ്സിലും ഒന്നുമില്ല. ചട്ടക്കാരുണ്ടാക്കിയ പലഹാരത്തിലേ പന്നിയുടെ കൊഴുപ്പ് മുട്ടയെല്ലാം കാണും. അത് ഇവിടുത്തെ അടുക്കള കേറ്റാൻ പറ്റില്ല. നിന്റെ അടുക്കള എന്താ അമ്പലാണോ?
ആ എന്റെ അടുക്കള ശുദ്ധവും വൃത്തിയൊക്കെ ഉള്ളത് തന്നെയാ. ജോലി നമ്മളോടുള്ള സ്നേഹം കൊണ്ട് കൊണ്ടുവന്നത് വലിച്ചു കളയല്ലേ അമ്മേ. ഇറച്ചി മീന് ഈ വീട്ടിൽ കേറ്റാൻ പറ്റില്ലാന്നേ. നീ കേട്ടണ്ട. നീ ഇതേ നിന്റെ മുറി കൊണ്ടുവച്ചോ. നല്ല പന്നിയതിന്റെ സ്വാദ് വേണമെങ്കിൽ നീ എടുത്ത് തന്നോ. ദേ തിന്നുന്നതൊക്കെ കൊള്ളാം. കുളിക്കാണ്ട് പൂജാമുറിയിലേക്ക് കയറണ്ട. ജൂലിയുടെ ക്രിസ്മസ് സമ്മാനം. ഇതിവിടെ കൊണ്ടുവരാൻ വേണ്ടി മുട്ട ചേർക്കാതെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. മുട്ട ചേർത്തെങ്കിൽ നന്നായിരിക്കുമായിരുന്നു. ആ ആന്റി ഉഷയൊന്നും മത്സ്യമാംസം കഴിക്കാറില്ലല്ലോ. ഈ ശശിച്ചേട്ടൻ ഇറച്ചി മീനും ഒക്കെ തിന്നും. വളരെ അപൂർവം ചില സന്ദർഭങ്ങളിൽ മട്ടൺ മാത്രം ഞാനും കഴിക്കാറുണ്ട്. കൽക്കട്ടയിൽ ഒരു ചൈനീസ് റെസ്റ്റോറന്റ് ഉണ്ട്. അവിടുന്ന് പാമ്പിന് ഇറച്ചി നിന്റെ അമ്മ കേൾക്കണ്ടത്. അവൾക്ക് ഭ്രാന്ത് പിടിക്കും. സർപ്പപൂജ നടത്തുന്നവളാണ്. ഓക്കെ എങ്കിൽ ഞാൻ പോട്ടെ. ഹലോ ജൂലി, ഇന്ന് ക്രിസ്മസ് അല്ലേ? ഐ തിങ്ക് യുവർ ഡാഡി വിൽ ബി ഇൻ ഫുഡ് ഫോം ടുഡേ. എത്ര രൂപയായി? രാവിലെ തുടങ്ങിയതേ ഉള്ളൂ. അങ്കിൾ ഡാഡിയെ ഗുണദോഷിക്കാമെന്ന് പറഞ്ഞിട്ട്. ശരി, ഞാൻ ഒരു ദിവസം വന്ന് ഗുണദോഷിക്കാം. ബൈ ശശി. Your father is really great, Usha. My brother? Come on, Annie. Hi, Georgie. Hello. Hi. Hi. ജൂലി റെഡി ആയില്ലേ? വേഗമാകട്ടെ. റിച്ചി പോയിക്കോളൂ. ജൂലി കണ്ടോ, എനിക്ക് വരാൻ സമയമാകും. ജൂലി എന്റെ കൂടെ വരുന്നില്ലേ? ഐ എം സോറി റിച്ചി, ഡാഡിയുടെ കൂടെ വരുന്നുള്ളൂ. പ്ലീസ് ക്യാരി ഓൺ. How are you? Long time. Hello. Hello, Miss Pankajin. How are you? Come on. Hello. Come. Hello, Miss Pillai. Good evening. Come on, come on. Come on. Daddy, please. Miss Morris. Morris. Hello. Hello, Miss Morris. Miss Pillai. Hello. Come on. Come on, please. Hello. Hey, Julie. What are you doing here? ഓ nothing. Come on. എന്ത് പറ്റി? വിട് റിച്ചി, വല്ലവർ കാണും. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. എനിക്കൊന്നും പറയാനില്ല. പിന്നെന്തായി മട്ട്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? റിച്ചി, എന്നെ സലി ചെയ്തെടുക്കും. All right. ഹലോ ഉഷ. ഹായ് ജൂലി. ഹലോ ജൂലി, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പ്രോഗ്രാം തുടങ്ങാൻ സമയമായി, പോവാം. Mr. Pillai, managing director, Bardinal Company. He is Mr. Shashi, great warrior, my boss. His son, he is my boss. No, he is my boss. Sorry. Sit there. Ladies and gentlemen, let us start the lantern dance. Tonight we have a special guest, Miss Usha Warrior. I believe she will sing a song for us. No, please go. Sorry, Julie. Sorry, Julie. Come on. Thank you, Ayya. എന്ത് ജോലി? Come. യുവാക്കളെ
Usha, you sang very well. It's too sweet. Darling! Yes, coming! I lost my match. I don't know matches. Come on, show your face. I'm in a hurry. Kiss. Darling? Daddy? Your mother did to me. See, Daddy, na? Darling. ജൂലി, ഇന്നലെ നീ റിച്ചേർഡ് ഡാൻസ് ചെയ്യായിരുന്നെന്താ? അവർ തമ്മിൽ പിണക്കമാണോ മമ്മി? എന്നാര് പറഞ്ഞു? ഞാൻ പറയുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നീ അവനെ തിരിഞ്ഞു നോക്കില്ല. യു ആർ ആഫ്റ്റർ ദ ഇന്ത്യൻ ബോയ്. മാനേഴ്സിനെ പറ്റി മമ്മി പറയാറില്ലേ? വിളിച്ച് പോകാതിരിക്കാൻ പറ്റുമോ മമ്മി? ആ റിച്ചർഡ് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ലേ? അവനെ വിട്ടിട്ട് ആ ഇന്ത്യൻ ചെറുക്കനോട് ഡാൻസ് ചെയ്യാൻ പോയതിനാ? ബി കെയർഫുൾ. നടന്നതെല്ലാം ഞാൻ കണ്ടു. What do you want? അയ്യോ, ആരെയും കാണാൻ ഇറങ്ങിയതല്ല, ഞാൻ സായിപ്പിനെ തന്നെ കാണാൻ ഇറങ്ങിയതാണ്. For what? അയ്യോ, ആളുകൾ വെറുതെ പറയുന്നതാണ്. ഒരിക്കലും ഞാൻ തൊട്ടതല്ല, അറിയാതെ കൈകൊണ്ട് തട്ടിപ്പോയി. You fool! അയ്യോ, അതും വെറുതെ പറയുന്നതാണ്. എന്റെ പൊന്ന് സായിപ്പേ, ആ കൊച്ചുമതാമയുടെ പാവാടമ്മ എന്റെ കൈകൊണ്ട് അറിയാതെ തട്ടിപ്പോയി, അത്രേ ഉള്ളൂ. താനെന്നെ വിളിച്ച എന്തിന്? അല്ല, കടയിലെ പച്ചെന്താണ് നിർത്തിക്കളഞ്ഞത്. കടം പറ്റിയ കാശുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് കിട്ടിയാൽ കൊള്ളാം. പണം കിട്ടുമ്പോ തന്റെ പണം തിരിച്ചു തന്നേക്കാം. മേലാൽ തന്റെ കടയിൽ നിന്ന് എനിക്ക് പറ്റൊരു വേണ്ട. അണ്ടർസ്റ്റാൻഡ്? അയ്യോ, ദൈവമേ, കുട്ടിയാന. ഞാൻ ശനിയാഴ്ച പോകും. പിന്നെന്ന് വരും? മെയിൽ. ജൂലി, നമുക്ക് മെയിൽ കാണാം. ഏത് വണ്ടിക്കാ പോകുന്നത്? എക്സ്പ്രസ്. സ്റ്റാർലിംഗ്. ഒരു ഫ്രണ്ടിനെ കാണാൻ പോയി. I know your friend. Who? Your new friend? Cut it. എന്നാലേ നിന്റെ ഫ്രണ്ടിന്റെ ഡാഡി വന്നിട്ടുണ്ട്. ആര്? നിന്റെ വാരിയർ അങ്കിൾ. ഓ, വാരിയർ അങ്കിൾ. ഐലിൻ, ഞാൻ പറഞ്ഞിട്ടാണ് വന്നത്. ഡാഡി കുടിക്കാതിരിക്കാൻ ഉപദേശിക്കാൻ. ഉപദേശിക്കുന്നുണ്ട്, ശരിക്കും ഉപദേശിക്കുന്നുണ്ട്.
യു ആർ റിയലി മിസ്യൂസ്. ജൂലി, സാർ വന്നപ്പോൾ മുതൽ നിന്നെ അന്വേഷിക്കായിരുന്നു. ഗുഡ് ഈവനിങ് ജൂലിയറ്റ്. ഗുഡ് ഈവനിങ് അങ്കിൾ. ജൂലിയറ്റിന്റെ ഡാഡിയെ ഉപദേശിക്കാൻ വന്ന അങ്കിൾ ഈ കണ്ടീഷനിലെത്തി. സാർ, ഒരു എഞ്ചിൻ ഡ്രൈവർ ഡ്യൂട്ടിക്ക് പോകുന്നത് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. വിമാനം ഓട്ടിക്കുന്ന പൈലറ്റിനും കാർ ഓട്ടിക്കുന്ന ഡ്രൈവർക്കും അവർ ഓട്ടിക്കുന്ന വാഹനത്തിന് പോലും ഒരു നിയന്ത്രണമുണ്ട്. ഞങ്ങള് വെറും പച്ചക്കൊടിയിൽ വിശ്വസിച്ച് മുമ്പ് കാണാതെ ഇങ്ങനെ യാത്ര ചെയ്തോണ്ടേ. ഇതൊന്നും അമിതമായി മദ്യപിക്കുന്നതിനുള്ള എക്സ്ക്യൂസ് അല്ല മിസ്റ്റർ മോറിസ്. ഹെൽത്ത് സൂക്ഷിക്കണം, ഞാൻ പറഞ്ഞേക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. സാർ, ഒരു ബോസായ സാറ് എന്റെ വീട്ടിൽ വന്ന് ഈ എളിയ സൽക്കാരം സ്വീകരിച്ചതിന് ഞാൻ എന്നും താങ്ക് യു വെരി മച്ച് സർ. ബോസും കീഴ് ജീവനക്കാരനും ഒക്കെ ഓഫീസിൽ. ഇവിടെ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ വിരുന്ന് വന്നിരിക്കുകയാണ്. ഞാൻ വരട്ടെ. ജോലി ഡോണ്ട് വറി. ഡാഡിയുടെ കുടി നിർത്താനൊന്നും പറ്റില്ല. പക്ഷെ ശ്രദ്ധിക്കണം, ഹെൽത്ത് വളരെ മോശം. എന്ത് ചെയ്യാം? നല്ല ആഹാരങ്ങൾ കൊടുക്കണം. മമ്മിയോട് പ്രത്യേകം പറയണം. ഓക്കെ, ഞാൻ വരട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അങ്ങനെ ആവട്ടെ. ജൂലി, ഹായ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ അങ്കിൾ. ഗുഡ് ആഫ്റ്റർനൂൺ. ഹൗ ആർ യു? ഫൈൻ. ഹലോ ശശി, Hello. ചേട്ടൻ പോവാണ്. ഓ, ഐ സി. ജൂലി ഇവിടെ? ഡാഡി ഈ വണ്ടിയിലാണോ? അല്ല, ഒരാളെ കാണാൻ മമ്മി പറഞ്ഞയച്ചു. ഐ സീ. ഞാൻ പോട്ടെ അങ്കിൾ. ബൈ ബൈ. ഞാൻ പോട്ടെ. ആ, വണ്ടി വന്നു. ആ. ഹായ് ജൂലി. ഞാൻ എന്ത് ദ്രോഹം ചെയ്തു? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിങ്ങളോട് എനിക്ക് സ്നേഹമാണ്. ഓ മൈ ഡിയർ. റിച്ചർഡ് കരുതും പോലുള്ള സ്നേഹമല്ല. ജൂലി, ദാറ്റ്സ് മൈ നെയിം. റിച്ചർഡ്, എനിക്ക് നിങ്ങളോട് പ്രേമൊന്നുമില്ല. ഇല്ല, അതെനിക്കറിയാം. നീ പച്ചട് പറയാ വാല് മാറ്റി നടക്കല്ലേ. റിച്ചർഡ്, ഐ നോ. ഓടി വല്ലവൻ നിന്നെ ചത്ത എലിയെ പോലെ കാലുകൊണ്ട് തോണ്ടി ദൂരെ എറി. ബ്ലഡി. ഷട്ട് അപ്പ് റിച്ചർഡ്, മൈൻഡ് യുവർ വേർഡ്സ്. ഓൾ റൈറ്റ്.
എന്താ കമ്പി അടിക്കാഞ്ഞത്? പെട്ടെന്ന് പുറപ്പെടേണ്ടി വന്നു. ഡാഡി എവിടെ? ഡാഡി ഇപ്പൊ വേണ്ട വരും. മെയിലാണല്ലോ ഞാൻ വന്നത്. ഓ, ഡാഡി അതിലുണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചേ. ഡാഡി പതുക്കെ വരും. ജിമ്മി ക്രിസ്മസിന് വരുമെന്ന് ഞങ്ങൾ എല്ലാം പ്രതീക്ഷിച്ചു. ഓഹോ, ജിമ്മി എനിക്ക് എന്ത് പ്രസന്റ് കൊണ്ടുവന്നു? ജിമ്മി എനിക്ക് എന്താ ചേട്ടാ കൊണ്ടുവന്നു? എല്ലാവർക്കും പ്രസന്റേഷൻ കൊണ്ട് എല്ലാ കാര്യം ജിമ്മി നമ്മള് കാറ് വാങ്ങിയിട്ടുണ്ട്. കാറോ? ആ കാറ് പറയാനേ ഒരാളും അനങ്ങില്ല. അത്രയ്ക്ക് കണ്ടീഷനാണോ? You have forgotten your father, my son. You have forgotten your father, my son. You forgotten your father. No, 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 no. ക്രമത്തിലേറെ കുടിച്ചിട്ടുണ്ട്. ഞാൻ കുടിക്കും. ഇന്ന് എന്റെ മകൻ വന്ന ദിവസമാണ്. നീ ആരോട് ചോദിക്കാം? ഞാൻ കുടിക്കും. എന്റെ മകൻ വന്ന ദിവസമാണ്. ആരോട് ചോദിക്കാം? ജിമ്മി ക്രിസ്മസിന് വരാതെ ഇപ്പൊ പെട്ടെന്ന് വന്നതുണ്ട്. ഐ എം ഗോയിങ് ടു UK. പാസ്പോർട്ടും ടിക്കറ്റും എല്ലാം റെഡി ആയിട്ടുണ്ട്. ചെന്നാൽ ഉടൻ ജോലി അവിടെ സെറ്റിൽ ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരെയും ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകാൻ എന്റെ പ്ലാൻ. എന്റെ ഡാഡിയുടെ റിലേറ്റീവ്സ് മുഴുക്ക UK-യിലാണ്. ഈ നാട്ടിൽ കിടന്ന് നശിക്കാതെ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോവാം. ഞാൻ വരുന്നില്ല. ഞാൻ ഏതായാലും പോവും. എന്റെ അങ്കിൾസ് എല്ലാരും അവിടെയാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണം പോയാൽ പിന്നെ നമുക്കിവിടെ എന്താണ് സ്ഥാനം? അന്ന് നമ്മുടെ ആളുകൾക്ക് എല്ലാം ഇവിടെ ജോലി കിട്ടുമായിരുന്നു. ഇന്ന് എനിവേ ഐ വിൽ ഗോ. നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ രാജ്യം ഇതാണ് മമ്മി. ഞാൻ ജോലി ചെയ്ത കാലത്തെ ഇൻഷുറൻസും ഗ്രാറ്റുവിറ്റി ഒന്നും എനിക്ക് കളയാൻ സാധ്യമല്ല. അതൊക്കെ ഞാൻ അവിടെ പോയി സെറ്റിൽ ചെയ്തിട്ട് ആലോചിച്ചാൽ മതി. നീ പോയി കഴിഞ്ഞാൽ പിന്നെ നിന്നെ എനിക്ക് കാണാനൊക്കെ എനിക്ക് കുടിക്കണം. എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട്. ഞാൻ ഒന്നാം തരം ബിസ്കി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഫോറിൻ ബിസ്കി. My son, my son, you are great. You are great, Daddy. You are great. ഗുഡ് മോർണിംഗ് ജൂലിയൻ. അങ്കിളിന് അടുക്കള പണിയാ. ഞാൻ നല്ലൊരു പാചകക്കാരനും കൂടിയാ. പുറത്താരോടും പറയരുത്. എന്നെ പോലുള്ള റെയിൽവേ ഓഫീസർ അടുക്കള പണി ചെയ്യുന്നു അറിഞ്ഞാൽ മഹാമോശ. ഉഷവാണി കൊപ്പ ബാക്കി ജോലി ഞാൻ ചെയ്തോളാം. ആന്റി എവിടെ അങ്കിൾ? എന്റെ വാരശിയാര് ഇനി 4 ദിവസത്തേക്ക് അടുക്കള കയറൂല. ഓ ജിമ്മി ഹാസ് ഗോൺ. എവിടെ? ഇംഗ്ലണ്ടിൽ. ഞങ്ങൾ എല്ലാം അവിടെ സെറ്റിൽ ചെയ്യാൻ പോകുന്നു. ജൂലിയും എല്ലാവരും പോയാ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇക്കൊല്ലം പാസ്സായി കഴിഞ്ഞാൽ ശശിച്ചേട്ടൻ പഠിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിൽ പോകുന്നുണ്ട്. ബ്രദറിന്റെ അടുത്തുണ്ടോ? എന്ത് വേണോ അറിഞ്ഞിട്ട്? അത്രേ ഉള്ളൂ. ഇങ്ങോട്ടൊന്ന് നോക്ക്. കള്ളി അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് എന്താ ഞാൻ എല്ലാം കണ്ടു. റെയിൽവേ സ്റ്റേഷനിൽ വന്നത് ചേട്ടനെ യാത്രയാക്കാനെന്ന് മനസ്സിലായി. ലേറ്റ് ഒന്നും അല്ല. അവിടെ നിൽക്ക്, ഓടാതെ. ആ ചേട്ടന്റെ എഴുത്തുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞ് ഞങ്ങളും ഇംഗ്ലണ്ടിൽ സ്ഥിരതാമസമാകും. ജൂലിയോട് പ്രത്യേകം ചോദിച്ചു. ജിമ്മിക്ക് വേഗം ജോലി കിട്ടൂലേ? ജൂലിയോട് ചേട്ടൻ പ്രത്യേകം ചോദിച്ചതാ എഴുതിയിരുന്നു. ഞങ്ങൾ എല്ലാവരും ഇംഗ്ലണ്ടിൽ പോകും. ആ മതിയടി അഭിനയം. ആ കാര്യമൊക്കെ ശരി. എന്റെ ചേട്ടൻ ഒരു ചട്ടക്കാരി പെണ്ണിന്റെ പിറകെ നടക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇനി എന്നെ ആക്ഷേപിക്കരുത്. കഴിഞ്ഞതൊക്കെ തേച്ച് മായ്ച്ചു. അയ്യോ വടി ഇടിയൊക്കെ എന്തിനാണ്? ഞമ്മള് മാപ്പാക്കാൻ പറഞ്ഞതല്ലേ. ഓ യു ടേക്ക് യുവർ സീറ്റ്. അല്ലോ നമ്മൾ കാശിനൊന്നും വന്നതല്ല. സായിപ്പേ, ഞമ്മക്ക് ബസക്കെടുത്ത് ഈ സാധനം കിട്ടി. കടയിലേക്ക് ചരക്ക് എടുത്തപ്പ ഒരുത്തൻ പെർസെന്റ് ചെയ്തതാണ്. എന്താണ് ബിസ്കിയാ? എന്തോന്ന് ബ്രാൻഡ്? യമണ്ടൻ. അല്ല, ഇത് നല്ല ബ്രാൻഡാണല്ലോ. ഞമ്മ ഇത് കഴിക്കൂല, ഹറാമാണ്. അല്ല ഹറാമാണ്, ഞമ്മക്ക് കഴിക്കാൻ പാടില്ല. അപ്പ
അപ്പൊ നമ്മൾ ബുദ്ധി ആലോചിച്ച് ഏറ്റവും വേണ്ടപ്പെട്ടത് ആരാണ് എന്ന് ആലോചിച്ചപ്പോ സാഹിബിന്റെ പേര് കിടക്കണം. നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. മോളെ മമ്മിയെ വിളിക്ക്, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് വരാൻ പറ. വണ്ടർഫുൾ വിസ്കി, വണ്ടർഫുൾ വിസ്കി. എന്താ മനസ്സിലായി? അല്ല ഇപ്പൊ പറഞ്ഞത് നല്ല 1ാം ക്ലാസ് വിസ്കിയാണ്. അതെ മണ്ടനല്ലേ? മിസ്റ്റർ റഹീം എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് നോക്ക്. സോറി സോറി സോറി. നമുക്ക് മേലാൽ റഹീമിന്റെ കടയിൽ നിന്ന് തന്നെ സാധനങ്ങൾ വാങ്ങിക്കണം എന്ന് തന്നെയുമല്ല അവിടെ കൊടുക്കാനുള്ള കാശ് കുറേശ്ശെ കൊടുത്ത് തീർക്കുകയും വേണം. ഡാർലിംഗ്, റഹീമിന് എന്തുകൊണ്ട് കൂടി ഇനിയും പറഞ്ഞില്ല? അല്പം മാനേഴ്സ് വേണ്ടേ? ഞമ്മക്ക് ഇപ്പൊ ഒന്നും വേണ്ട. ആളപ്പില്ല കുറച്ച് കുടിച്ചു. ഞമ്മക്ക് ആറാമാണ്. ഇനി സായിപ്പിന് ഭയക്ക് വേണ്ട. ഞമ്മ ഒരു കഷ്ണം ഇറച്ചി തിന്നോ? നല്ലൊരു കഷ്ണം ഇറച്ചി അമ്മ തിന്നോ? നല്ല 1ാം ക്ലാസ് പന്നിയിറച്ചിയാണ്. ഡാർലിംഗ്, നീ കുറച്ച് കുടിക്കണം. ഇന്ന് റഹീമായിട്ടുള്ള വഴക്ക് തീർത്ത നല്ല ദിവസം. കുടിക്കണം. വേണ്ട, ഞാൻ കുടിക്കാം. സായിപ്പേ, ഞമ്മള് കടയിലേക്ക് ഒന്ന് പോകും. പോട്ടെ മദാമേ, കൊച്ചു മദാമേ, നമ്മള് പോയിട്ട് വരാം. കുടിച്ചത് മതി. എനിക്കിന്ന് കുടിക്കണം. കുടിച്ച് കുടിച്ച് പട്ടിയെ പോലെ റോഡ് വീണ് ചാവേ ഉള്ളൂ. എനിക്കിന്ന് കുടിക്കണം. എനിക്കിന്ന് ഡാൻസ് ചെയ്യണം. ഞാൻ ഇന്ന് ഡാൻസ് ചെയ്യും. ഞാൻ 3 ഡാഡി കഴിക്കലെന്ന് പറഞ്ഞ കേൾക്കില്ല. രാത്രിയിലേക്കുള്ള ഭക്ഷണം മടങ്ങി വരുമ്പോഴേക്കും ഞാൻ കൊണ്ടുവരാം. പുറത്ത് നിന്ന് ഒന്നും കഴിക്കേണ്ട ഡാഡി. നോ ഡൗട്ട്. ഡാഡി പ്ലീസ് ഹിയർ ആഫ്റ്റർ ഡോണ്ട് ഡ്രിങ്ക്. എന്തിനാ ഈ മനുഷ്യൻ മദ്യം കഴിക്കുന്നത്? എനിക്ക് എന്ത് സുഖം ഈ മദ്യത്തിന് ചെലവാക്കുന്ന കാശ് കൊടുത്ത് മനുഷ്യൻ ലിവർ സൂപ്പ് വാങ്ങിച്ച് കഴിക്കരുത്. പക്ഷെ ഡാഡിക്ക് ഇപ്പൊ എപ്പോ മൗനമാണ്. എന്നാലെന്താ, എനിക്ക് നല്ല ഉത്സാഹം തോന്നുന്നു. അടുത്ത ക്രിസ്മസിന് പോലും ഞാൻ മദ്യം കഴിക്കില്ല. ഇപ്പോഴെങ്കിലും അത് തോന്നിയല്ല. മദ്യം കഴിച്ചാലുള്ള കുഴപ്പം ഇപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയത്. ജൂലി, നിന്റെ ഡാഡിക്ക് കുറച്ച് ലിവർ മേടിച്ച് സൂപ്പ് ഉണ്ടാക്കി കൊടുക്കണം. നീ രാത്രി പോകുമ്പോ എടുത്തോണ്ട് പോ. പിന്നെ നീ ഇന്ന് കുറച്ച് ഹെൽപ്പ് ചെയ്യണം. മിസ്റ്റർ പിള്ളയെ ഞാൻ ഡിന്നറിന് വിളിച്ചിട്ടുണ്ട്. ഓക്കെ മാം. ജൂലി, നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ആര്? ഞാൻ നോക്കില്ല. യു ഗോ ആൻഡ് സീ. ഹായ് ശശി. ഹായ്. എന്ന് വന്നു? 2 ദിവസമായി. ഞാൻ അറിഞ്ഞില്ല. ലീവ് ആയതുകൊണ്ട് ഊഷിയും കണ്ടില്ല. പിന്നെ ഞാൻ ഈ വഴി പോകുമെന്ന് പറഞ്ഞപ്പോൾ ഉഷ തന്നയച്ചതാണ്. താങ്ക് യു. സൗകര്യമുള്ളപ്പോൾ വീട്ടിലേക്കൊന്ന് വരണമെന്ന് ഉഷ പറഞ്ഞു. ഞാൻ വരട്ടെ? ഉഷയുടെ ബ്രദർ മമ്മി. എവിടെ പോയി? എന്തിനു വന്നു? ഉഷ ഈ ബുക്ക് കൊടുത്തയച്ചു. എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞയച്ചു. നീ ആ ബോയോട് അകത്തോട്ട് കയറിയിരിക്കാൻ പറഞ്ഞുകൂടായിരുന്നോ? യു ഹാവ് നോ മാനേഴ്സ് ജൂലി. ആരെങ്കിലും വന്നാൽ വിളിച്ചിരുത്തി സൽക്കരിക്കണ്ടേ? ഉഷയുടെ അവരാരും വിടില്ല. അവരൊക്കെ ഒരു മാരേജിന് പോയിരിക്കാം. 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരൂ. നിന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ കള്ളം പറഞ്ഞതല്ലേ. ഞാൻ പോട്ടെ. പ്ലീസ്, ഞാൻ പോട്ടെ.
എന്നെ ഇത്ര പേടിയാണ്. ആരെങ്കിലും കാണോ? ആരും കാണില്ല. No, please. No, please. ശശി, please. ജൂലി, ഇരിക്കൂ. ഞാൻ പോട്ടെ. ജൂലിക്ക് പോകണമെങ്കിൽ പോവാം. എനിക്ക് നിർബന്ധമൊന്നുമില്ല. ശശി, പ്ലീസ്. എനിക്ക് ഭയമാകുന്നു. ആരെങ്കിലും വരും? ആരും വരില്ല. ശശി, ഡാഡി മമ്മി അറിഞ്ഞാലോ? അറിഞ്ഞാ അറിയട്ടെ. ഐ ഡോണ്ട് കെയർ ഫോർ ദം. ലെറ്റ് ദം ഗോ ടു ഹെൽ. ശശി, ശശി, പ്ലീസ്. Come on, Julie. Julie, I like you. ഞാൻ പോട്ടെ ശശി. എത്ര വേഗം പോണം? എനിക്ക് പോണം. എന്നോട് പിണക്കമാണോ? രണ്ടു ദിവസം കഴിഞ്ഞാൽ അവരെല്ലാം വരും. അത് കഴിഞ്ഞാൽ ഞാൻ പോകും. പോയാലെന്ന് വരും? അടുത്തെങ്ങും വരില്ല. ഞാൻ വരുമ്പോഴേക്ക് ജോലിക്ക് വേറെ ബോയ് ഫ്രണ്ട് കാണും. ശശി, എനിക്കാരും വേണ്ട. എന്നെയും. ശശി എന്റെ എല്ലാമാണ്. My darling Julie. ശശി, പ്ലീസ്, പ്ലീസ് ശശി, ശശി. ശശി, be careful. ഞാൻ പോട്ടെ. വരുമോ? എന്നോട് ഇഷ്ടമാണെങ്കിൽ വരണം.
ജൂലി. ഓ ശശി കുടിച്ചോ? അല്പം ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞു പോയി. ശശി കുടിക്കുന്നു ഞാൻ കരുതിയില്ല. ജൂലി കുടിക്കില്ലേ? അക്കേഷനില്ലേ, ഇഷ്ടമുണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ ഈ വീട്ടിൽ ശശി നോ. ഓ വരൂ ജൂലി. ശശി Please, come on, Julie. ശശി ഞാൻ പോട്ടെ. No, Julie, please. It's getting late. Please, Julie. മമ്മി വഴക്ക് പറയും. No. Please, ശശി, please. No, Julie, come on. ശശി. Please, ശശി, leave me. Please. Please. ജൂലി, റിച്ചർഡ് എന്തിനു വന്നു? മമ്മി പറഞ്ഞേച്ചാ എന്തിന്? വിളിച്ചോണ്ട് വരാൻ. ഓക്കെ. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? എന്തിനറിയണം? അല്ല, പുറത്താരെയും കണ്ടില്ല. ഞങ്ങൾ അകത്തായിരുന്നു. അതിനെന്തിനാ കതവടച്ചിരുന്നത്? അകത്തൊന്ന് നോക്കിയോ? ഇല്ല. ജൂലിയെ വിസ്കി നാറുന്നു. വിസ്കി നാറുന്നു. നാറിക്കോട്ടെ, ഞാൻ മമ്മിയോട് പറയുന്നു. ഗോ ടു ഹെൽ.
താങ്ക് യു റിച്ചി. നോ മെൻഷൻ. മിസ്റ്റർ വാര്യരും വൈഫും മകളും നാട്ടിൽ നിന്ന് വരും. ഞാൻ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല. ബട്ട് നിന്നെ ഓർത്ത് എനിക്ക് ദുഃഖമുണ്ട് ജോലി. ജൂലി പാസ്സായി ഡാഡി. ജൂലി എന്റെ റിസൾട്ട് മറത്ത് ഞാനും പാസ്സാവും. ഞാൻ നിനക്കൊരു 1ാം ക്ലാസ് റെസ്റ്റ് വാച്ച് വാങ്ങിച്ചു. ബ്യൂട്ടിഫുൾ റെസ്റ്റ് വാച്ച്. ജൂലിയെ തുടർന്ന് പഠിപ്പിക്കണം. നമ്മൾ ലണ്ടനിൽ പോകുമ്പോൾ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഞാനിന്ന് വളരെ ഹാപ്പിയാണ് മാർഗരറ്റ്. സന്തോഷം കൊണ്ട് എനിക്ക് അല്പം കുടിക്കണം. പ്ലീസ് ഡാഡി വേണ്ട. ഡാഡി വേണ്ട ഡാഡി. അയ്യോ സന്തോഷം കൊണ്ട് ഒരല്പം. ഞാൻ തരുന്നത് മാത്രമേ കുടിക്കാവൂ. കൂടുതൽ ചോദിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. ജൂലി, വാട്ട്സ് റോങ് വിത്ത് യു? നീ എന്താ ആരോടും ഒന്നും മിണ്ടുന്നില്ല? ഒറ്റയ്ക്ക് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. നത്തിങ് മമ്മി. I must tell him. ജോലി നല്ല സമയത്ത് തന്നെ എത്തി. ശശി ഇന്ന് പോവുക. എവിടെ പോകുന്നു? തിരുവനന്തപുരത്തേക്ക്. ചേട്ടനോട് ജോലി കിട്ടി. ശശി അവിടെ ചെന്നാൽ വളരെ കരുതലോടൊക്കെ ജീവിച്ചോണം കേട്ടോ. ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ചേ കണ്ടമാനം ഒന്നും നടന്നു കളയരുതേ. ഒരുമിച്ചായാലും കണ്ടവാനം നടക്കേണ്ടവർ കണ്ടവാനം നടക്കാം, അല്ലേ ജോലി? പിള്ളേര് വലുതായാ പിന്നെ അവരെ ഉപദേശിച്ച് നന്നാക്കാനും നോക്കണ്ട. ആ, രാഘുകാലം ആകുന്നതിന് മുമ്പേ പുറപ്പെട്ടോളൂ കുട്ടി. ദിവസവും വൈകിട്ട് അമ്പലത്തിൽ പോണം കേട്ടോ. ഞാൻ വരട്ടെ അച്ഛാ. അമ്മേ, ഉഷേ. അവിടെ ചെന്ന് എത്തിയ ഉടനെ വിവരത്തിന് കമ്പി അടിക്കണം. ശരി അച്ഛാ. കം ജോലി, കം. എനിക്ക് ഉടനെ പോകണമെങ്കിൽ. പിന്നെ ഇങ്ങോട്ട് വന്നത്? ഉഷയെ കാണാൻ. വരും. ശശിചേട്ടൻ പോകുന്ന വിവരം നീ നേരത്തെ അറിഞ്ഞിരുന്നോ? ആ, ഏതായാലും സമയത്തിന് എത്തിയല്ലോ. എന്താ ഒരു മൗനം? ഒന്നുമില്ല ഉഷ. ബൈ ബൈ. ജൂലി, ജൂലി, എന്തു പറ്റി മോളെ? ജൂലി, എന്തു പറ്റി മോളെ? പറയൂ മോളെ.
മമ്മി എന്നെ കൊല്ല്. മമ്മി, I'm so sorry, മമ്മി. I'm very much sorry, മമ്മി. I'm so sorry, മമ്മി. ജൂലി, എന്തു പറ്റി മോളെ? എന്തു പറ്റി മോളെ? നിനക്ക് എന്തു പറ്റി? ഓ മൈ, അയ്യോ, ആരാണ്? ആരാണെന്ന് Oh my God! ഈ ചെയ്ത തെറ്റൊന്നും പോരാതെ അവൻ നിന്നെ കല്യാണം കഴിക്കണം. നിന്നെ ചവിട്ടി കൊന്നുകളയും ഞാൻ. കണ്ണുമുഖം തുടയ്ക്കൂ. ആരോടും ഇക്കാര്യം മിണ്ടിപ്പോരുത്. പറഞ്ഞത് മനസ്സിലായില്ലേ? നിന്റെ ഡാഡി പോലും അറിയരുത്. നിന്റെ മുഖഭാവത്തിൽ നിന്ന് പോലും ആരും സംശയിക്കരുത്. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം. പോയി മോഹം കഴിയൂ. എനിക്കെന്തോ ഇന്ന് മനസ്സിനൊരു വല്ലായ്മ, ഒരു ദുഃഖം. അത് മറക്കാൻ വേണ്ടി എനിക്ക് ഇത്തിരി കുടിക്കണം. നിങ്ങൾക്ക് സന്തോഷം വരുമ്പോഴും കുടിക്കണം, സങ്കടം വരുമ്പോഴും കുടിക്കണം, വറീഡായിരിക്കുമ്പോഴും കുടിക്കണം. പിന്നെ എപ്പോഴാണ് കുടിക്കാതിരിക്കുന്നത്? നിന്റെ മദറും ഞാനും തമ്മിൽ പരിചയപ്പെട്ടിട്ട് 25 കൊല്ലമായി. ഇന്നാദ്യമായിട്ടാണ് യുക്തിപൂർവ്വം ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ കുടിക്കുന്നു. യെസ് മാം. ജൂലിയെ ഞാൻ ഒരു കോൺവെന്റ് സ്കൂളിലേക്ക് അയക്കാൻ പോവുകയാണ്, ഒരു ജോലിക്ക് വേണ്ടി. പഠിക്കട്ടെ. നോനോ, അതിനുള്ള ഇൻകം വേണ്ടേ? ജിമ്മി പോയത് പിന്നീട് നിങ്ങളുടെ ശമ്പളം മാത്രമല്ലേ ഉള്ളൂ. അതിന് അവൾ എങ്ങനെ പഠിക്കും? വേണ്ടി വന്നാൽ ഞാൻ എന്റെ കാറ് വിറ്റേക്കാം. അത് ഞാൻ ആളെ തിരക്കുന്നുണ്ട്. അതിന് 1-2 കൂട്ടമൊന്നും നോക്കി. അവര് പറയുന്നത് ആ കാർ ഇവിടുന്ന് എടുത്തോണ്ട് പോണെങ്കിൽ അതിനുള്ള ചെലവ് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. അമ്മക്കറിയാൻ പാടില്ല, എന്റെ കാർ ഫാറിനാണ്. നമുക്ക് മാളയോട് ശവസംസ്കാരം ഏർപ്പെടുത്തി അതിന് കാശൊന്നും കിട്ടൂല. ഞാൻ നിശ്ചയിച്ചു, ജൂലിക്ക് ഒരു ജോലി വേണം. എന്റെ ഒരു ഫ്രണ്ടിന് എഴുതിയിരുന്നു. ഇന്റർവ്യൂവിന് വേണ്ടി ഞാനും ജോലിയും കൂടെ നാളെ എറണാകുളത്തേക്ക് പോവുകയാണ്. ഉദ്യോഗം കിട്ടിയാൽ ഞാൻ അവളെ അയക്കും. നീ എന്ത് പറയുന്നു? ഹായ് ജൂലി, കം ഓൺ. ഇന്നലെ എന്താ പെട്ടെന്ന് വന്നിട്ട് പോയി കളഞ്ഞത്? ഓ, ശശിചേട്ടൻ പോയതിന്റെ ദുഃഖമായിരിക്കും. ഞാൻ ഈ നാട് വിട്ടു പോവാൻ പോവാ. ഇംഗ്ലണ്ടിലേക്കോ? നോ. പിന്നെ ഐ ഡോണ്ട് നോ. മമ്മി പറയുന്നിടത്ത്. എന്തിന്? മാനം രക്ഷിക്കാം.
എന്തു പറ്റി? പറയൂ ജൂലി. ഉഷ, നിങ്ങൾ ആരും ഇല്ലാത്തപ്പോ ഇവിടെ വന്നിരുന്നു. എന്തിന്? അങ്ങനെ സംഭവിച്ചു. എനിക്കൊരു തെറ്റ് പറ്റി ഉഷ. ഉഷ, ഞാൻ ഗർഭിണിയാണ് ഉഷ. നിന്നിൽ നിന്ന് എനിക്ക് ഒന്നും മറച്ചു വെക്കാൻ സാധിക്കില്ല ഉഷ. ഞാൻ യാത്ര ചോദിക്ക, ഇന്ന് തന്നെ പോവും. എനിക്ക് ഒരു അപേക്ഷയുണ്ട് ഉഷ. ഉഷ ആരോടും പറയരുത്, നിന്റെ ചേട്ടനോട് പോലും. ആരെങ്കിലും അറിഞ്ഞ മമ്മി എന്നെ കൊന്നു കളയും ഉഷ. ഉഷ, ഞാൻ പോകുന്നു ഉഷ. ആന്റി, I am Margaret. Oh my God. My daughter Julie. Hello. Come. ഇരിക്കും മോളെ. ആന്റി, ഒന്നും ഇങ്ങോട്ട് വരൂ. നോ, ഞാൻ അതിനൊരിക്കലും കൂട്ടു നിൽക്കില്ല. അത് പാപമാണ്. നോ ആന്റി, പ്ലീസ് ആന്റി, എന്റെ മകളുടെ ഭാവി ഓർത്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. നമ്മളുടെ കൂട്ടർക്ക് മുഴുവൻ ആക്ഷേപമുള്ള കാര്യമാണിത്. ഒരു ഇന്ത്യൻ ആണ് ചതിച്ചത്. ആന്റി പ്ലീസ് ആന്റി. നോ, നമുക്കൊരു ഡോക്ടറിനെ പോയി കാണാം. ആന്റി പ്ലീസ് ഹെൽപ്പ് മീ ആന്റി. ജൂലി, നിന്നെപ്പറ്റി ഞങ്ങളൊരു തീരുമാനത്തിൽ വന്നു മോളെ. നീ ഇവിടെ തന്നെ താമസിക്കാൻ പോവുകയാണ്. ആന്റി നിനക്ക് വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തു തരും. നിനക്ക് ഒരു വിഷമം വരില്ല മോളെ. ഡോക്ടർ സമ്മതിച്ചില്ല. Don't cry, Julie. Don't cry. മോളെ, വീട്ടിലെ വിവരങ്ങളെല്ലാം മമ്മി കൂടെ എഴുതി അറിയിച്ചോളാം. നീ മറുപടി എഴുതുന്നതിൽ ഈ രഹസ്യങ്ങളൊന്നും വരല്ലേ. നിന്നെപ്പറ്റി വിവരം എല്ലാം ആന്റി എന്നെ എഴുതി അറിയിച്ചോളൂ. മമ്മി ഇനി താമസിക്കുന്നില്ല, ഇന്ന് തന്നെ പോവാണ്. No, mommy, no, don't leave me, mommy,
somebody is coming, look. ഓ മമ്മി, ഡാഡി മമ്മി വന്നു. ഇത്ര പെട്ടെന്ന് പോകുന്നത് ഇന്റർവ്യൂ നടന്നില്ലേ? ജൂലി മമ്മി. ഇന്റർവ്യൂ കഴിഞ്ഞ ഉടനെ തന്നെ ജൂലിയെ നിയമിച്ചു. വെരി ഗുഡ്. അവളെ അവിടെ താമസിപ്പിച്ചിട്ട് ഞാനിനി പോന്നു. എനിക്ക് വല്ലാതെ ടയർഡായിരിക്കും. എനിക്ക് അല്പം കഴിക്കണം. എന്റെ മകളില്ലാതെ ആദ്യമായിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. ജൂലി എന്ന് പറഞ്ഞു മമ്മി? അവൾക്ക് 8-10 മാസമെങ്കിലും കഴിയാതെ അവധി കിട്ടില്ല. എത്ര രൂപ ശമ്പളം മമ്മി? 250 രൂപ. അടുത്ത അവധിക്ക് ഞാൻ ജൂലിയുടെ അടുത്തേക്ക് പോകും. കമ്മിങ് വിത്ത് യു. പോകുന്ന കാര്യമൊക്കെ പിന്നീട് തീരുമാനിക്കാം. ഈ മാസത്തെ ശമ്പളം കിട്ടിയാൽ എന്റെ മകൾക്ക് ഒരു റെസ്റ്റ് വാച്ച് വാങ്ങിച്ച് ഞാൻ പാഴ്സലായിട്ട് അയച്ചോളൂ. ഷുവർ, എ ബ്യൂട്ടിഫുൾ റെസ്റ്റ് വാച്ച്. എനിക്ക് വല്ലാതെ ടയർഡായിരിക്കണം. ഞാൻ പോയി ഒന്ന് കിടക്കട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോളെ ജൂലി. യെസ് ആന്റി. മോൾക്ക് പാലോ വല്ലതും വേണം? താങ്ക് യു ആന്റി. മോൾ ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓ ജൂലി, ഡാഡി നിനക്ക് വേണ്ടി നല്ല ഒരു വാച്ച് വാങ്ങിച്ചു തരും. എ നൈസ് വാച്ച്, എ നൈസ് വാച്ച്. ജൂലി, ജൂലി. ഇത് കൂടുതൽ കുടിച്ചോണ്ടാണോ അതോ അസുഖമാണോ? ഇന്ന് വരുമ്പോ തന്നെ നല്ലോണം കുടിച്ചിരുന്നു. പക്ഷെ ഇത് കുടിച്ചോണ്ടാണെന്ന് തോന്നുന്നില്ല. ഡാഡി, ഡാഡി, ഡാർലിംഗ്. നൈസ് വാച്ച്. ഏതായാലും നമുക്ക് ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞാൻ പോയി ഒരു കാർ വിളിച്ചോ. നൈസ് വാച്ച്. ജൂലി, എ നൈസ് വാച്ച്. ജൂലി, ജൂലി, എ നൈസ് വാച്ച്. ജൂലി. മോളെ ജൂലി, ദാദി, കർത്താവിന് നമ്മോട് കൂടുതൽ സ്നേഹം തോന്നുമ്പോ കർത്താവ് നമ്മെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വിളിക്കുന്നു. ആന്റി, അതാണ് മരണം. എന്ത് പറ്റി ആന്റി? എന്ത് പറ്റി? പറയൂ, പറയൂ ആന്റി. കർത്താവ് നിന്റെ ഡാഡി അദ്ദേഹത്തിന്റെ അടുത്തേക്ക്. മോളെ ജൂലി, ജൂലി, മോളെ ജൂലി. എന്റെ ഡാഡി പോയി ആന്റി. ഓ ഡാഡി. ആന്റി, ജൂലി. ജൂലിയുടെ ലെറ്ററായിരിക്കും. ആർക്കാ? മമ്മിക്ക്. ഡോണ്ട് ഓപ്പൺ ഇറ്റ്. ആഹാ, നിനക്ക് മാനേഴ്സ് ഇല്ലല്ലോ. നിനക്ക് വരുന്ന ലെറ്റേഴ്സ് ഞാൻ പൊട്ടിക്കാറില്ലല്ലോ. ജൂലിക്ക് സുഖം തന്നെ അമ്മേ? തന്നെ തന്നെ. Go and sit down there. ഡാഡിയുടെ മരണ വിവരം അറിയുമ്പോൾ
അവൾ സുഖമില്ലാതെ ഹോസ്പിറ്റലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാഞ്ഞത്. അവൾ ജോലി രാജിവെച്ചു. ഞാൻ നാളെ തന്നെ പോയി അവളെ അങ്ങോട്ട് മമ്മി പോകുമ്പോ ഞങ്ങളും വരും. വേണ്ട വേണ്ട, വലിയ ചെലവാണ്. ഞാൻ തന്നെ പോയിക്കോളാം. പ്ലീസ് മമ്മി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? മോളെ, മമ്മി മമ്മി മോളെ, നമുക്ക് കഴിഞ്ഞതെല്ലാം മറക്കണം. നിന്റെ ഡാഡി മരിക്കുമ്പോഴും നിന്നെ വിളിച്ചു. നമുക്ക് നിന്റെ ഡാഡിക്ക് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കണം. നിനക്കൊരു വാച്ച് വാങ്ങണം എന്നുള്ളതായിരുന്നു നിന്റെ ഡാഡിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ശമ്പളം ബാക്കി കിട്ടിയ ഉടനെ തന്നെ ഞാൻ ആദ്യം ഒരു വാച്ച് വാങ്ങി. ഇതാ മോളെ. ഡാഡി, ഓ ഡാഡി, ഡാഡി. Don't cry, my child. No, don't cry. മോളെ, നമുക്ക് ഇന്ന് തന്നെ പോകണം. നീ ജോലി രാജിവെച്ചെന്നാണ് ഞാൻ എല്ലാവരുടെ പറഞ്ഞിരിക്കുന്നത്. പോകാൻ ഒരുക്കോളൂ മോളെ. ഒരുങ്ങാൻ ഒന്നുമില്ല മമ്മി, ഒന്നുമില്ല. ഒരുങ്ങി കഴിഞ്ഞു മമ്മി, നമുക്ക് പോവാം. കുഞ്ഞിന് വേണ്ട മോളെ. ഞാൻ ആന്റിയോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവർ അനാഥാലയത്തിൽ ചേർത്തോളൂ. മമ്മി, നോ നോ മമ്മി, നോ. എന്റെ മോൻ എന്റെ കൂടെ ജീവിക്കും. എന്റെ കുഞ്ഞിനെ കൂടാതെ ഞാൻ എങ്ങും വരില്ല. ജൂലി, എന്നോടൊന്നും പറയരുത്. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല. എന്റെ മോനെയും കൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോയി എങ്ങനെയെങ്കിലും ജീവിക്കും. മമ്മി പോയിക്കോ, പോയിക്കോളൂ. ജൂലി മോളെ, എന്നോടൊന്നും പറയരുത്. മോനെ, എന്റെ പൊന്നു മോനെ. മോളെ, ജൂലി. ആന്റി, ഞാൻ പോകില്ല. ആന്റി, ഞാൻ പോകില്ല. മോളെ, മമ്മി പറയുന്നത് വേണ്ട ആന്റി, വേണ്ട. നീ കൊണ്ട് വീട്ടിൽ ചെന്നാൽ എന്താണ് ഉണ്ടാവുക? നിന്റെ കുടുംബത്തിന് പേര് ദോഷം. അയലിന് പോലും ഒരു ഹസ്ബൻഡിനെ കിട്ടുകയില്ല. മരിച്ചുപോയി നിന്റെ അടിക്ക് പേര് ദോഷം. മോള്, മമ്മി പറയുന്നത് കേൾക്കും. മമ്മിയുടെ കൂടെ പോകും. കുഞ്ഞ് അനാഥാലയത്തിൽ നല്ല പോലെ മമ്മി പറയുന്നത് കേൾക്കുമോ? മോളെ, വാ മോളെ. കമോൺ, ടൈം ആയി. കമോൺ, കമോൺ. ആന്റി, ബൈ ബൈ ആന്റി. വാ മോളെ, ബസ്സിന് സമയമായി. മോളെ, ആന്റി, കുഞ്ഞ്. വാ 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 മോളെ, ഒരുപാട് സമയമായി. വാ. ആന്റി, വാ വാ.
ആ പെട്ടി എടുത്തോ. Come on. വാ മോളെ, സമയായി വാ. മമ്മി മമ്മി എന്റെ മോനെ വിശക്കുന്നു മമ്മി. ഞാൻ പോട്ടെ മമ്മി. വരാനാണ് പറഞ്ഞത്. പ്ലീസ് മമ്മി പ്ലീസ്. പെട്ടി എടുക്ക. എടുക്ക പെട്ടി. വാ. ജൂലി കരയരുത്. ഹായ് ജൂലി, കം കം. ജൂലി ജൂലി അവളെ എന്തിനാ ഉപദ്രവിക്കുന്നത്? Come on, take this thing. Go inside. മോളെ അകത്ത് വാ. ഗുഡ് ഈവനിങ് ജൂലി. ഗുഡ് ഈവനിങ്. ഹൗ ആർ യു? ഹൗ ആർ യു റിച്ചി? ജൂലിയുടെ കുഞ്ഞിന് സുഖമാണ്. ജൂലി, ഐ ആം സോറി ജൂലി. See you later. You are right, my daughter. എമ്മായിരം കാണിക്കുന്നവന്റെ കളക്കുറ്റി അടിച്ചു പൊട്ടിക്കണം. ഞാൻ നിനക്ക് ഒന്നാം ക്ലാസ് റെസ്റ്റോറന്റ് വാങ്ങി. A beautiful restaurant. എന്നോട് ക്ഷമിക്കൂ ഡാഡി, എന്നോട് ക്ഷമിക്കൂ ഡാഡി. I'm so sorry ഡാഡി, I'm so sorry. ജൂലി, ജൂലി വന്ന വിവരം ഞാൻ അറിഞ്ഞു. ജൂലി തനിച്ചേ വന്നുള്ളോ? കുഞ്ഞ് പറയാ ഉഷ, മറ്റാരോട് പറയാ? എല്ലാം പറയാ. Oh God. എന്തിനാ അവിടെ നിൽക്കുന്നത് ജൂലി? ഒന്നുമില്ല. എനിക്കെല്ലാം മനസ്സിലായി. എന്താ? ഓ, ഇതാണ് എന്റെ കോൺവെന്റ് ജോലിയില്. No, I didn't know. Oh my God. Julie, 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 my God. Oh, Julie, I'm sorry, Julie. Julie, I'm sorry. It's okay. Come down. Please, get a good.
എന്താ മോളെ? എന്താ? ഇനി ആരോടും ഒന്നും ഓടിക്കാനില്ല. എനിക്ക് എന്റെ മോനെ കാണണം, എന്റെ കുഞ്ഞെ കാണണം. മമ്മി 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 ഒരു അമ്മയല്ലേ? മമ്മി പ്ലീസ്. നിനക്ക് നിന്റെ മോനെ കാണണം അല്ലേ? മമ്മി അതിനു മുമ്പേ എന്റെ ശവമായിരിക്കും നീ കാണുന്നത്. ഹലോ ജൂലി, ഹൗ ഡു യു ഡു ഡാർലിംഗ്? എന്താ ജൂലി, എന്നെ മറന്നോ? ഞാൻ വന്നിട്ട് 2 ദിവസമായി. ഉഷയോട് ചോദിക്കായിരുന്നു, അവളൊന്നും പറഞ്ഞില്ല. ഇനി എപ്പോഴാ കാണുക? ഒരിക്കലും കാണില്ല. നേരം പോക്ക് പറയാതെ പോവാം. ആരെങ്കിലും കാണും. വിടൂ ശശി. ആര് കണ്ടാലെന്ത്? നീ എന്റേതല്ലേ? പ്ലീസ് ശശി. എനിക്ക് പലതും സംസാരിക്കാനോ? നോ. വരൂ ജൂലി. പ്ലീസ്. Julie, what do you mean, Julie? ഞാൻ ഈ നാട്ടിൽ ആരും അറിയാതെ ശശിയുടെ കുഞ്ഞിനെ പ്രസവിച്ചു, ഒരു അനാഥാലയത്തിന് സമ്മാനിച്ചു. ഞാൻ മഹാപാപിയാണ് ശശി. What have you done, Julie? My God. Julie, ഞാൻ നിന്നെ വിവാഹം കഴിക്കും. ജൂലിക്ക് സമ്മതമാണോ? Yes, Julie, I mean it. ശശി, എനിക്ക് എന്റെ കുഞ്ഞില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല ശശി. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ജാതി മതം ഒന്നും നോക്കില്ല. എനിക്ക് എന്റെ കുഞ്ഞിന്റെ കൂടെ ജീവിച്ചാൽ മതി ശശി, മതി. ജൂലി ഇപ്പോൾ ഇറങ്ങിക്കോളൂ. നാളെ പാലത്തിന്റെ താഴെ കാത്തിരിക്കണം. ശശി, ഞാൻ വീട്ടിൽ നിന്നും സമ്മതം വാങ്ങിച്ചുകൊണ്ട് വരാം. കാത്തു നിൽക്കണോ? Please do that, darling. Just for me. Okay. Bye, ശശി. Bye, darling. My God. അച്ഛൻ സമ്മതിച്ചോ? അച്ഛൻ പ്രശ്നമല്ലല്ലോ, അമ്മ സമ്മതിച്ചു. നമുക്ക് കുട്ടിയുടെ കാര്യം പറഞ്ഞോ? നമുക്ക് കുട്ടിയുണ്ടെന്ന കാര്യം പറഞ്ഞില്ല. അതെല്ലാം പറഞ്ഞാൽ കുഴപ്പമാ. അതൊക്കെ പിന്നെ പറയാം. എനിക്ക് നിന്നോട് സ്നേഹമാണെന്നും നിന്നെ വിവാഹം കഴിക്കണമെന്നും പറഞ്ഞു. ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അമ്മയ്ക്ക് നിന്നെ
കാണണമെന്ന് പറഞ്ഞു. ഉടനെ പോകണം. വരൂട്ടി. എടാടാ, ഞങ്ങള് പെണ്ണുങ്ങൾ വർത്താനം പറയുന്നിടത്തെ നിനക്കെന്താ കാര്യം? നീ അവിടെ നിൽക്കൂ. വരൂ. അയ്യോ, അതൊന്നും സാരമില്ല. ഈ ആചാരങ്ങളൊക്കെ ഞാനങ്ങ് വിട്ടു. കാലം മാറി വരികയല്ലേ. വരൂ, ഇരിക്കൂ. വേണ്ട, ഇരിക്കൂട്ടി. അപ്പോ നിങ്ങള് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചോ? തീരുമാനിച്ചു. നീ ഒരു ക്രിസ്ത്യാനി, അവനൊരു ഹിന്ദു. ഈ വിവാഹം ശുഭമാവുമോ? ഒരു തെറ്റും എന്നിൽ നിന്നുണ്ടാവില്ല. ഞാൻ എന്തും സഹിക്കും. ഇരിക്കൂ, ഇരിക്കൂ. ശശി ഒരു ഭ്രാന്തനാണ്. അവൻ പറയുന്നതൊന്നും കേട്ട് നീ ഇളകരുത്. അത് നിന്റെ ഭാവിക്കും ദോഷമായിരിക്കും. അതുകൊണ്ട് നീ അവനോട് തീർത്ത് പറയണം, ഈ വിവാഹം നിനക്ക് ഇഷ്ടമില്ല എന്ന്. ആന്റി എന്നെ നിർബന്ധിക്കരുത്. ഈ ജീവിതത്തിൽ എനിക്ക് ശശിയെ പിരിയാൻ കഴിയില്ല. ആന്റിയോ? എടി, നീ എന്റെ മകനെ കല്യാണം കഴിക്കാൻ വന്നിരിക്കുന്നു അല്ലേ? എടി, എന്റെ മകൻ ആരെന്ന് വിചാരിച്ചു നീ? ഇറങ്ങി വഴിക്ക് പുറത്ത്. എടി, ഇറങ്ങി. എടി, ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത്? എനിക്കെല്ലാ ഭ്രാന്ത് നിനക്കാണ്. എടാ, മിണ്ടിപ്പോകരുത്. നിന്നെ ഞാൻ കൊന്നുകളെ. എടി, അനാവശ്യം കാണിക്കരുത്. അനാവശ്യം കാണിക്കുന്നു. ഇറങ്ങി. എടി, ഇറങ്ങി. നിന്റെ പോ. Julie, I said don't, Julie. യെസ് മമ്മി. മോളെ, നമ്മൾ ഭാഗ്യം ചെയ്തിരിക്കുന്നു മോളെ. We are so lucky. ജിമ്മിയുടെ കേബിൾ വന്നു ജൂലി. ഉടനെ ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു. നാളത്തെ മെയിലിൽ തന്നെ നമ്മൾ മദ്രാസിലേക്ക് പോകും. പാസ്പോർട്ടിന് ടിക്കറ്റിന് വേണ്ട ഏർപ്പാടെല്ലാം ജിമ്മി ചെയ്തിട്ടുണ്ട്. ഒരു ദിവസത്തെ യാത്ര. അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ രാജ്യത്തേക്ക് എത്തി. ഇതാണ് മോന്റെ സ്വഭാവം. നിങ്ങൾ ഒരുത്തനാണ് അവനെ വഷളാക്കിയത്. ശശി, ശശി, നിന്റെ അമ്മ പറഞ്ഞതെല്ലാം നേരാണോടാ? നേരാണോടാ ഇത്? അതെ. പഠിക്കാനുള്ള കാരണത്ത് എടാ, ഹിന്ദുക്കളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ജാതിയിൽ നിന്ന് നീ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചാലും ഞാൻ സഹിക്കുമായിരുന്നടാ. ഈ വൃത്തികെട്ട ചട്ടക്കാരത്തെ നീ കണ്ടുള്ളൂ അല്ലേ? സംസ്കാരമില്ലാത്ത തെണ്ടി പെണ്ണ്. അവള് പിന്നെ ആരായി? നിന്റെ അച്ഛനോ? അച്ഛന്റെയും അമ്മയുടെയും മകൻ, 3 നേരം പൂജിക്കുന്ന അമ്മയുടെ മകൻ, എന്റെ ചേട്ടൻ. ജൂലിയെ പറഞ്ഞു ചതിച്ച് ഗർഭിണിയാക്കിയ ഈ മനുഷ്യൻ. ആ പാവപ്പെട്ട പെണ്ണ് ഇന്നൊരു കുഞ്ഞിന്റെ അമ്മയാണ്. ജോണി പറഞ്ഞു വീട്ടു സാധനങ്ങളെല്ലാം വിൽക്കണമെന്ന്. റിച്ചർഡ് വിചാരിച്ച കുറച്ച് കൂടുതൽ വില കിട്ടും. ഞാൻ ശ്രമിക്കാം. താങ്ക് യു. ഞങ്ങൾ നമ്മുടെ നാട്ടിലെത്തിയാലുടനെ ജോലിക്ക് ജോലി കിട്ടും. റിച്ചർഡിനും ജോലിക്ക് ശ്രമിക്കട്ടെ. വരുമോ? കാപ്പി വേണോ ചായ വേണോ? എനിക്കിപ്പോ ഒന്നും വേണ്ട. അതൊന്നും പറ്റില്ല. എന്തെങ്കിലും കഴിച്ചു നോക്കുള്ളൂ. Come on, sit down, sit down. I'll bring you coffee. Julie, come dear. Hello, Chi. ഹലോ, how are you? ജൂലി, നീ എന്താ എപ്പോഴും ഇങ്ങനെ വിഷമിക്കുന്നത്? നിനക്ക് ഞാനുണ്ട് ജൂലി. ചേട്ടനെ വേദനിപ്പിച്ചതൊന്നും പോരായിരിക്കും. അതെല്ലാം നമുക്ക് മറക്കാം.
മമ്മി എല്ലാം യു കെയിലേക്ക് പോകട്ടെ, നമുക്ക് ഇവിടെ താമസിക്കാം. ജൂലി, ഐ വിൽ മാരി യു. പ്ലീസ്. Bring it, bring it. Good morning, sir. മോർണിംഗ്. മിസ്സസ് മോറിസും കുടുംബവും ഇന്ന് ഇംഗ്ലണ്ടിലേക്ക് യാത്രയാകണമെന്ന് ഞാൻ അറിഞ്ഞു. യെസ്, ഞങ്ങൾ ഇന്ന് മെയിലിന് പോവുകയാണ്. മദ്രാസിൽ 2 ആഴ്ച താമസം കാണും. മിസ്റ്റർ മോറിസിന്റെ ചില സ്പെഷ്യൽ ക്ലെയിംസ് എല്ലാം അനുവദിച്ചു വന്നിട്ടുണ്ട്. ഏകദേശം 3000 രൂപയോളം വരും. വേണമെങ്കിൽ അത് വാങ്ങിച്ചുകൊണ്ട് പോവാം. വളരെ ഉപകാരം, സാർ. നിങ്ങൾ മദ്രാസിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അത് കിട്ടാൻ വേണ്ട ഏർപ്പാട് ഞാൻ ചെയ്തോളാം. താങ്ക് യു, സാർ. മറ്റാരോടും ഇല്ലെങ്കിലും മിസ്റ്റർ മോറിസിനോട് എനിക്ക് ചില വ്യക്തിപരമായ കടപ്പാടുകളുണ്ടല്ലോ. പക്ഷേ നിങ്ങൾ എല്ലാവരും ഒരു പേപ്പർ ഒപ്പിട്ട് തരേണ്ടതായിട്ടുണ്ട്. മെയിൽ പോകുന്നതിന് മുമ്പേ സമയം കാണുമോ, സാർ? നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി എന്റെ ക്വാർട്ടേഴ്സിൽ വന്നാൽ മതി. ഞാൻ ഫയൽ അവിടെ വരുത്തി വെപ്പിക്കാം. ശരി, സാർ. വരാം. Come on, go and get other things. മമ്മി, ജൂലി, ഞാൻ പോകുന്നു. നിങ്ങളെ യാത്രയാക്കാൻ സ്റ്റേഷനിലേക്ക് ഞാൻ വരില്ല. ഗുഡ് ബൈ. Thank you, sir. ഇതിലെല്ലാവരും ഓരോ ഒപ്പിട്ടെ. ഈ നാട് വിട്ടു പോകുന്നതിൽ നിങ്ങൾക്ക് വിഷമമില്ലേ? No, no, I am very happy, sir. ദേവകി, എന്റെ ഭാര്യ അറിയില്ലേ? കണ്ടിട്ടുണ്ട്. ജൂലി ഈ വീട്ടിലുള്ള എല്ലാവരും അറിയും. നീ അറിയില്ലേ? ജൂലിയറ്റിന്റെ മമ്മിയാണ്. Glad to meet you. ശശി, ശശി, ഇതാണ് എന്റെ മകൻ ശശി. നിങ്ങൾക്ക് പോകാൻ ധൃതിയുണ്ടെങ്കിൽ പോകാം. ഇതിനു വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം. ഇംഗ്ലണ്ടിൽ ചെന്നതിന് ശേഷം അഡ്രസ് മാത്രം ഒന്നും കൂടെ എഴുതി അറിയിച്ചാൽ മതി. ഉഷേ, എന്താ? എന്റെ മകന്റെ കുട്ടിയാണ്. കുറച്ചു കാലം ഈ കൊച്ചു കള്ളൻ അനാഥാലയത്തിലാണ് വളർന്നത്. ഈ ലാസ്റ്റ് മിനിറ്റിൽ ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു. ഇത് ലാസ്റ്റ് മിനിറ്റ് അല്ല മിസ്സസ് മോറിസ്, ഇത് ആദ്യത്തെ മിനിറ്റാണ്. നമ്മുടെ രാജ്യത്തെ വൃത്തികെട്ട ചില അനാചാരങ്ങളെയും വിശ്വാസങ്ങളെയും കഴുകിക്കളയുന്ന ആദ്യത്തെ മിനിറ്റ്. ഒരു ഹിന്ദുവിന് ക്രിസ്ത്യാനിയിൽ ഇതുപോലെ രോമനക്കുഞ്ഞ് ജനിക്കാമെങ്കിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും കൂടിച്ചേരുന്നതിന് കൃഷ്ണനും എതിരല്ല, ക്രിസ്തുവും എതിരല്ല എന്നർത്ഥം. നിങ്ങൾ ആരും ഇംഗ്ലണ്ടിന് പോകുന്നില്ല. ഇംഗ്ലണ്ട് അല്ല നിങ്ങളുടെ മാതൃരാജ്യം, ഇന്ത്യയാണ്. നമ്മൾ ബന്ധുക്കാരാണ്, സ്വന്തക്കാരാണ്. നമ്മൾ ഒരു കുടുംബമായി ജീവിക്കും. ജൂലിയുടെയും ശശിയുടെയും ഈ കുഞ്ഞ് ഒരു ഹിന്ദുവുമല്ല, ക്രിസ്ത്യാനിയുമല്ല. അവൻ ഒരു ഇന്ത്യൻ പൗരനാണ്.